അസ്സലാമലൈക്കും. ഇന്ന് ദം ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിന, ഗരം മസാല പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, 1.5 കിലോ റൈസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചിക്കൻ മസാലയൊക്കെ, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഫുഡ് കളർ, ഉപ്പ്, സുർക്ക എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. പാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചിക്കൻ വറുത്ത് എടുക്കാം. അരച്ചെടുക്കേണ്ടത് കുരുമുളക്, വലിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ഉള്ളി വാട്ടരെ ഉപ്പിട്ട വേഗം വാടിക്കിട്ടും. തക്കാളി ഇട്ട് നല്ല ഉടഞ്ഞ ശേഷം അരച്ചത് ചേർത്ത്, പിന്നെ മസാലകൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല, ചിക്കൻ മസാല, എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം തൈര് ഒഴിക്കുക. മല്ലിച്ചപ്പ്, പുതിന എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് പാകത്തിന് നോക്കാം ഈ സമയത്ത്. എന്നിട്ട് ചിക്കൻ ഇട്ട് ഇളക്കിയെടുത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ഇത് ചോറിലേക്ക് ദമ്മിടുമ്പോൾ വറുത്തെടുക്കാൻ ഉള്ളിയാണ് വറുത്തെടുക്കുന്നത്. വെള്ളം അടുപ്പത്ത് വെച്ച് സുർക്ക, മല്ലിച്ചപ്പ്, പുതിന, ക്യാരറ്റ് എന്നിവ ഇട്ട് വെള്ളം തിളക്കുമ്പോൾ ചോറ് ഇടുക, അരി ഇടുക. ദമ്മിടാം. അടിയിൽ സൺഫ്ലവർ ഓയിൽ ലേശം ഒഴിച്ചെടുക്കുക. എന്നിട്ട് ലെയറായിട്ട് ചോറും ചിക്കനും, പിന്നെ മാറ്റി വെച്ച ഉള്ളി വറുത്തെടുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, തക്കാളി, ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞത് എന്നിവ ചേർത്ത് ലെയറായി കുറച്ച് ഗരം മസാലപ്പൊടി വിതറിക്കൊടുക്കുക. വറുത്ത് വെച്ച ചിക്കൻ്റെ എണ്ണ, നെയ്യ്, ഇനി ദമ്മിടാം. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ദമ്മ് കിടക്കണം. ദമ്മ് തുറന്ന് ചിക്കനെ അളക്കാൻ പാടില്ല. ചിക്കനും ചോറ് ഉടഞ്ഞു പോകുള്ളൂ. കുറച്ച് കഴിഞ്ഞ ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി യോജിപ്പിക്കും.